വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഇറാനി പോളയാണ്. അതിനായിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പം 4 മുട്ട അല്ലെങ്കിൽ ഒരു 3 മുട്ട എടുത്താലും മതിയാവും. ഇതൊരു ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പൊട്ടിച്ച്. അതിനുശേഷം നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തതിന് ശേഷം ആ ഒരു അളവിൽ തന്നെ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഏത് കപ്പാണ് എടുക്കുന്നത് ആ അളവിന് തന്നെ പാലും എണ്ണയും മൈദയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇതുപോലെ എല്ലാം ഒന്ന് മിക്സായി കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കതിന് വേണ്ടിയിട്ട് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് അരിഞ്ഞത് അല്ലെങ്കിൽ പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഒരു സവാള ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. വളരെ തിന്നായിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് വാടി കിട്ടുന്നതായിരിക്കും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിക്കൻ വേവിച്ച് വെച്ചതാണ്. ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്താണ്. അപ്പോൾ ഇതുകൂടി നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ ഉള്ളി വാടി കിട്ടുന്നതായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈർപ്പമൊന്നും ഇല്ലാതെ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യം യൂസ് ഇല്ലാത്ത ഒരു പാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാൻ എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പാത്രം ഇറക്കി വെക്കാം. ഒരു പാൻ ഇറക്കി വെക്കാം. ഞാൻ അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയില വെക്കാവുന്നതാണ്. ഇതിലൊരു ഹാഫ് പോർഷൻ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാവിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. എന്നാലും ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചിലപ്പോൾ ഓരോരുത്തരുടെ അളവനുസരിച്ചിട്ട് നേരത്തെ വേവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അതിൻ്റെ ഹോള് നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫില്ലിംഗ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് പുറമേ ആയിട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. നടുക്ക് ഭാഗം ചെറുതായിട്ടൊന്ന് വേവാനുണ്ട്. ഒരു 3/4 ഭാഗം വേവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബാക്കി മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ചിക്കൻ ഫില്ലിങ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ അരഭാഗമുള്ള മാവ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ച് ഫില്ല് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും തക്കാളിയും അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തക്കാളി അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി അത് മുകളിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒരു 15 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റേണ്ടതുണ്ട്. മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം പാനിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്നും മൊരിച്ചെടുക്കാം. ബട്ടർ പേപ്പർ ചൂടാറുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഇളകി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് മുകൾ ഭാഗം കൂടി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ്